നാളെ മുതൽ സംസ്ഥാനത്തെ നഴ്സുമാർ സമരം തുടങ്ങുകയാണ്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. സമരം ന്യായമാണ്. സ്വാഭാവികമായും മാലാഖമാർ എന്നൊക്കെയാണ് നഴ്സുമാരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതം അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലാണുള്ളത്. ഇവിടെയുള്ള നഴ്സുമാരാണ് എനിക്ക് പിന്നിലുള്ളത്. സമരം നാളെ മുതൽ തുടങ്ങിയാണ്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോസ് ആയിട്ട് വെക്കുന്നത്? മിനിമം സാലറി 40,000 രൂപ ആക്കണമെന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട്. നമ്മൾ അടിസ്ഥാന ശമ്പളം 40,000 ആക്കുക. ഇപ്പം ഒരു വർക്ക് ചെയ്യുന്നത് ഇപ്പം 1,300 രൂപ, അതായത് 40,000 എന്ന് പറയുന്നത് 1,333 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് വരെ ശമ്പളം 1,500 മുതൽ 2,000 വരെ കിട്ടുന്നുണ്ട്. നമ്മൾ വെറും 1,300 അടിസ്ഥാന ശമ്പളം ആക്കണം. ജീവിതം അത്രമേൽ ബുദ്ധിമുട്ട്. അതെ, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു ബാങ്കുകളിലെ ലോണുകൾ ഉണ്ടാകും. പഠിക്കാനൊക്കെ ലോൺ വെച്ച ആളുകളുണ്ടാവും, പഠിക്കാൻ ലോൺ എടുത്തവരുണ്ടാവും. പക്ഷെ അതൊക്കെ അടയ്ക്കാൻ പോലും നിർവാഹമില്ലാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, അടിയന്തര സേവനങ്ങൾ എമർജൻസി വാർഡുകളിലുമൊക്കെ സംവിധാനം ഉണ്ടാകും. എത്ര ജീവനക്കാരാണോ നഴ്സാണോ ഉണ്ടത് അതിൽ 1/3 ജീവനക്കാർ ചികിത്സയ്ക്ക് എത്തും എന്നുള്ളതാണ്. അത് പ്രവർത്തനത്തിന് വേണ്ടി എത്തും എന്നുള്ളതാണ് അറിയിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണോ ജീവിതം? വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചേട്ടൻ നേരത്തെ മെൻഷൻ ചെയ്തതിനോട്ട് മാലാഖമാർന്ന പേര് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കൊറോണ നിപ്പ ഇങ്ങനത്തെ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ മാത്രം നമ്മളെ ആശ്രയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മീഡിയാസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഇത്ര നാളൊരു പൂച്ചയ്ക്ക് മെട്രോയുടെ അടിയിൽ കയറി ഒരു പൂച്ചയ്ക്ക് കൊടുത്തൊരു പരിഗണന പോലെ നമ്മൾ നേഴ്സുമാർക്ക് ഇവർ കിട്ടുന്നത്. ഈ ലോണും കാര്യങ്ങളും പിന്നെ ഒരുപാട് ആരോഗ്യമില്ലാത്ത ആരോഗ്യ പ്രവർത്തനമാണ് ശരിക്കും നേഴ്സുമാർ. ഇത് ശരിക്ക് 2018 20,000 രൂപ എന്ന നിലയിൽ ആക്കി തന്നിരുന്നു നിങ്ങളുടെ മിനിമം സാലറി. പക്ഷേ ആ സമയത്ത് കുറേ നിബന്ധനകൾ ആ സമയത്ത് തന്നെ ഉത്തരവിലുണ്ടായിരുന്നു, വീണ്ടും കൂട്ടണം, റിവിഷൻ ചെയ്യണം. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല ചേട്ടാ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം ഗവൺമെൻറ്റായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ. ചേട്ടാ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? ഞാൻ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. എത്ര ശമ്പളം? എനിക്കിവിടെ 23,000 രൂപയുടെ ബേസിക് സാലറി ഉണ്ട്. ആണല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത സാലറി. നിങ്ങളൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് അധ്വാനിച്ച് പഠിച്ച ആളുകളല്ലേ? അതെ, ഞങ്ങൾ ബാംഗ്ലൂർ പഠിച്ചാണ്, ലോൺ എടുത്തൊക്കെ പഠിച്ചാണ്. അത് അന്ന് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് 1,500 രൂപ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സാലറി. അതിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇത് വരുത്തിയത്. അത്ര സങ്കടപ്പെട്ട ജീവിതം ആയിരുന്നു ശരിക്കും. അതെ, ആ സങ്കടം വൈകാരികമായ ഒരു നിമിഷമാണ്. എങ്ങനെയാണ്, ബുദ്ധിമുട്ടാണോ ശരിക്കും ഈ സാലറി വെച്ച് ജീവിക്കാൻ? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൽ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു 1,333 എന്നുള്ള റേറ്റിലേക്കാണ് നമ്മളിപ്പോൾ സമരം ചെയ്യുന്നത്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ആവറേജ് 30 താഴെ എല്ലാവർക്കും ശമ്പളം ഉണ്ടാവുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ മെയിൻ നമ്മുടെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നേഴ്സുമാരെല്ലാം പല രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടത്തോടെ വർക്ക് ചെയ്യുന്നവരല്ല. കാരണം അവരുടെ ജീവിത സാഹചര്യം ഇവിടെ ശമ്പളം ഇല്ലാത്തത് കൊണ്ട് പോകുന്നത്. ഉറപ്പായിട്ടും ശമ്പളം ഇല്ലാത്തത് വിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. 6 മാസം നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പ്രായമുള്ള അപ്പനെ അമ്മ ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ചേച്ചി എത്ര വർഷമായി ജോലി ചെയ്യുന്നു? 15 വർഷം. എങ്ങനെയാ 25-ലൊക്കെ താഴെയാണോ ശമ്പളം? അത്രേ ഉള്ളൂ സാലറി. നമ്മൾ ഇപ്പോൾ 1-ാം തീയതി സാലറി വന്നാൽ 1-ാം തീയതി തന്നെ എല്ലാം തീരും. ഈ വിദേശത്താണെങ്കിൽ എത്ര സാലറി ഉണ്ടാവും? വിദേശത്താണെങ്കിൽ 80 എനിക്ക് കിട്ടുമായിരുന്നു. ആണ്. അതായത് വളരെ തുച്ഛമാണ് മറ്റ് രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഭയങ്കര തുച്ഛമാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ട് കാരണം നാട്ടിൽ അവിടെ പോയിട്ടാണ് ഇച്ചിരിയെങ്കിലും സ്റ്റേബിൾ ആയതുണ്ട്. എന്നിട്ട് തിരിച്ചു വരികയായിരുന്നു ചെയ്തത്. അതായത് ഇവിടെ മെച്ചപ്പെടാൻ ഇവിടെ നിന്നാൽ നടക്കില്ല. നിർബന്ധിതനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് പോകാനും അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മുടെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറം രാജ്യത്തിലേക്ക് പോകേണ്ട ആവശ്യമാണ് ഇപ്പോൾ. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ സാലറി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എൻ്റെ അപ്പനും അമ്മയും പ്രായമായതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ നാട്ടിൽ വന്ന് നിൽക്കാനും ഇവിടെ ജോലി ചെയ്യാനും സന്നദ്ധയായിരിക്കുന്നത്. എന്താ ജീവിതമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണോ? നല്ല ബുദ്ധിമുട്ടാണ്. ഈ സാലറി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രഷറിന് നമുക്കിവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി 20 ആണെങ്കിലും പല ഹോസ്പിറ്റലിലും അത്രയും കിട്ടുന്നില്ല. 15 അത്രയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ലോൺ എടുത്തിട്ടുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തുകയുണ്ടാവും. വലിയ തുകയായിരിക്കും. നമ്മളൊരു പഠിച്ചിറങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു 4 lakh, ഇപ്പോൾ അത് 10-15 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഫ്രഷേഴ്സിനെയൊക്കെ സംബന്ധിച്ച് പറയാൻ. അതായത് മാറ്റിവെക്കാനൊന്നും കാണില്ല. ഏതായാലും വലിയ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് അവർ പറയുന്നത്. നാളെ തിരുവനന്തപുരത്ത് 1,00,000 നഴ്സുമാർ പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ മാർച്ചും സമ്മേളനവും പ്രതിഷേധ ധർണയും ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇതിലൊരു തീരുമാനമാകും വരെ സമരം തുടരും എന്ന നിലപാടാണ് നഴ്സുമാർക്കുള്ളത്. യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ
അതിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയിലെ കൊച്ചിയിലുള്ള നഴ്സുമാരാണ് എനിക്ക് പിന്നിലുള്ളത്. 10-20 വർഷം പണിയെടുത്തിട്ടും ഇതുവരെ 25,000-ന് മുകളിലേക്ക് ശമ്പളം പോകാത്തതിൻ്റെ, ജീവിതം ദുരിതത്തിലായതിൻ്റെ കഥയാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ കൊച്ചി.